ഏകദേശം 9 മണിക്കൂർ കൊണ്ട് കഞ്ഞി ഭാഗമായിട്ടുണ്ട്. ഇതാണ് കഞ്ഞി. ഈ കഞ്ഞിക്ക് നിങ്ങൾ പറഞ്ഞത് വേറെന്തുവാ? ജീരകക്കഞ്ഞി. മാമ കാണിച്ചു തന്ന അതേ രീതിയിൽ തന്നെ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ആ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജീരകത്തിനൊക്കെ സത്തിപ്പോൾ ഇല്ല. ഇത്രയും സാധനം ഉണ്ടോ ഒരു കഞ്ഞിക്കകത്ത്? ഉണ്ട് അതാരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ആരും അറിയുന്നില്ല. തേങ്ങ ഉണ്ട്. തേങ്ങ, പച്ചരി, പച്ചരി, നല്ല ജീരകം, ചുക്ക്, വെളുത്തുള്ളി, ആശാളി, അരിയിട്ടു. ഇവനിങ്ങനെ തിളക്കണം. തേങ്ങ, നല്ല ജീരകം. ഹായ്, നമസ്കാരം. ഷൈജു ആണ്. ഞാനിപ്പോൾ ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരി പുതൂർ പള്ളിയിലാണ്. നമുക്കറിയാം, ഇത് റംസാൻ മാസമാണ്. ഈ റംസാൻ മാസത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ് നോമ്പ് കഞ്ഞി. അത് എല്ലാ പള്ളികളിലും കിട്ടും. അതുപോലെ നമ്മൾ വീടുകളിലൊക്കെ തന്നെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ നോമ്പ് കഞ്ഞിക്ക് പല പേരുണ്ട് അല്ലേ? ഔഷധക്കഞ്ഞി, ജീരകക്കഞ്ഞി, ഉലുവാക്കഞ്ഞി, അങ്ങനെ പല പേരുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ചങ്ങനാശ്ശേരിയിലെ ഈ പുതൂർ പള്ളിയിലെ നോമ്പ് കഞ്ഞിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു കുടുംബത്തിലെ 3 തലമുറയായിട്ടുള്ള ഒരു കുടുംബമാണ് ഈ നോമ്പ് കഞ്ഞി ഇവിടെ ഉണ്ടാക്കുന്നത്. 100 വർഷത്തിലേറെയായിട്ട് ഒരു കുടുംബം തയ്യാറാക്കുന്ന ആ ഒരു ജീരകക്കഞ്ഞി, അല്ലെങ്കിൽ ആ ഉലുവാക്കഞ്ഞി, അല്ലെങ്കിൽ ആ നോമ്പ് കഞ്ഞി, അതിൻ്റെ ഒരു വിശേഷം അറിയാൻ വന്നതാണ് ഞാൻ. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒക്കെ തന്നെ നമുക്കറിയാം. നമ്മളതിൻ്റെ കഞ്ഞിപ്പുരയിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈകിട്ട് നോമ്പ് തുറക്കുന്ന ആ ഒരു സ്ഥലത്താണ്. വൈകുന്നേരം ആകുമ്പം ഇവിടെ എല്ലാ ആളുകളും നിറയും. അടിപൊളി കാഴ്ചകളാണ്. അപ്പം നമുക്ക് വീടിലേക്ക് കിടക്കാം. എത്ര സമയം എടുക്കും കഞ്ഞിയായി വരാൻ? ഇത് നമ്മൾ രാവിലെ ഇപ്പോൾ 8 മണിക്ക് കത്തിച്ചു, തീ അടുപ്പ് കത്തിച്ചു. നീ ഒരു 12:30 1 മണിയാകുമ്പോൾ നമ്മൾ അരപ്പി ഇറക്കുന്നത്. 12:30 1 മണിയാവും അരപ്പി ഇറക്കുമ്പോൾ. അത് കഴിഞ്ഞ് ഒരു 2-2.5 മണിക്കൂർ കിടക്കണം തീയിൽ. കിടക്കണം, എങ്കിലേ യഥാർത്ഥ കഞ്ഞി ആവുള്ളൂ. എൻ്റെ പേര് സക്കീർ. എൻ്റെ 3 തലമുറയായി ഉപ്പുപ്പാടെ കാലം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കഞ്ഞി. ഉപ്പുപ്പായിരുന്നു. ഉപ്പ ഒരേ വീട്ടിൽ വെച്ചുകൊണ്ട് തലേ ചുമന്നോണ്ടാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. വീട്ടിൽ വെച്ചിട്ട് തലേ ചുമന്നോണ്ടാണ് വരുന്നത്. പലകളെ വീട്ടിലാണ് വെക്കുന്നത്. അവിടുന്ന് തലേ ചുമന്നോണ്ടാണ് വന്നത്. അങ്ങനെ സഹായിക്കാനാണ് മാമ കയറിയത്. സെയ്ദ് മുഹമ്മദ് മാമ കയറി. മാമ 10-65 വർഷമായിട്ട് സേവനം ചെയ്ത വ്യക്തിയാണ്. മരണപ്പെട്ടു പോയി. എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. ഇപ്പം ആ ഉത്തരവാദിത്തം ഞാനത് കൊണ്ടുപോകുന്നു. അതേ ചേരുവകളും ഇതുകളും എപ്പോഴും ചേർത്തുകൊണ്ടിരിക്കുന്നത്. അതേ ഇതിൽ തന്നെ. അന്ന് കൂടി അരി കൂടി. ഇപ്പം അതിനെക്കാട്ടി ഡബിൾ ഇരട്ടിയായി. വേണ്ടായിരുന്നു. പണ്ട് നമ്മൾ 8 കിലോ 9 കിലോ വെക്കുള്ളായിരുന്നു. ഒരുപാട് ആൾക്കാർ മേടിക്കാൻ വരാറുണ്ട്. അതെ. നമ്മൾ പരിശുദ്ധ പുതുപ്പള്ളിയിലെ കഞ്ഞി വെക്കുന്ന സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഇതല്ല. ഉണ്ട്. അതാരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ആരും അറിയുന്നില്ല. തേങ്ങ, പച്ചരി, നല്ല ജീരകം, ചുക്ക്, വെളുത്തുള്ളി, ആശാളി. ഇതാണ് ആശാളി. ഉലുവ, ഉപ്പ്. ഇത്ര ഐറ്റം ചേരുന്നതാണ് ഒരു കഞ്ഞി. ഇത്ര സാധനം. പിന്നെ വെള്ളം. അപ്പൊ മൊത്തം നമ്മൾ ഏകദേശം എത്ര പേർക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? നമ്മളിപ്പം 900-1000 പേർക്ക് അടുത്ത് ഡെയിലി വെച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഒരുപാട് ഔഷധ കഞ്ഞിയാണിത്. 110 കിലോ ബിരിയാണി കോരാൻ പറ്റുന്ന ചെമ്പാണിത്. അതിലാണ് നമ്മൾ കഞ്ഞി വെക്കുന്നത്. തിളക്കാറായി. സാധനങ്ങൾ ഇടാറായി. ഉലുവ കഴുകിയിടുവാണ്. നമ്മുടെ നോമ്പ് കഞ്ഞിക്ക് ഇതാണ് ആദ്യം ചെയ്യുന്നത്. ഉലുവ കഴുകിയിടുക. ഇടുക. ഇതിപ്പം 25 കിലോ ആയിരിക്കും. 25 കിലോ ആയിരിക്കുള്ളതാണ്. ഇത് ആശാളിയാണ്. അടുത്ത സ്റ്റെപ്പ് ആശാളിയാണ്. ആശാളി പേറ്റിയിടുവാണ്. തവിടൊക്കെ കാണും. ഇത് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുന്ന സാധനമാണ്. ചൂടിനെ തണുപ്പിക്കുന്ന സാധനമാണ് ആശാളി. ഇത് ഒന്നിച്ചിടല്ലേ, കട്ട പിടിക്കും. വിതറിയിടണം. ഉലുവക്കഞ്ഞി എന്ന് പറയും, ജീരകക്കഞ്ഞി എന്ന് പറയും. പല പേരാണ്. ഇത് വെന്ത് തിളയ്ക്കണം. തിളച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇത് ചെയ്യുന്നത്.
എത്ര സമയം എടുക്കും? ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കണം ഇത് തിളക്കണമെങ്കിൽ. ആ അത് കഴിയുമ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന ഓരോ ഐറ്റം ചേർക്കും. പിന്നെ അരി കഴുകിയിടും. ഇതിൽ കഴുകും അല്ലേ? ഇത് കഴുകും. എന്നിട്ട് ഇത് ചൂടാക്കി പൊടിക്കും. ഓ, ഇത് ചൂടാക്കി പൊടിക്കണം. ചൂടാക്കി പൊടിക്കും. അതിന്റെ കൂട്ടത്തിലുള്ളതാണ് ഇതെല്ലാം. ഇതാണ് ചുക്കുപൊടിയാണ്. ഇത് വെളുത്തുള്ളി പൊട്ടിച്ച് അരയ്ക്കും. പേരെങ്ങനെയാ? മുജീബ്. പേര് ചേമക്കണ്ണ്. ചേമക്കണ്ണ്. ഇവര് രണ്ടും സഹായിക്കാനുള്ള നമ്മുടെ സഹോദരങ്ങളെല്ലാം കൊച്ചുമാട മോനാണ്. കൊച്ചുമാട ഇവിടെ കൊച്ചുമാടയും മക്കളൊക്കെയാണ്. ഇത് ഇങ്ങനെ വെട്ടി തിളയ്ക്കുവാണ്. ഇതുപോലെ വെട്ടി തിളക്കണം. അതുപോലെ വെട്ടി തിളച്ച ആ സമയത്ത് നമ്മൾ അരി ഇടുന്നത്. സമയത്ത് അരി ഇടുന്നത്. തീ കണ്ടോ? നിൽക്കാൻ പറ്റുന്നത്. നമ്മൾ രാവിലെ 8 മണിക്ക് തുടങ്ങുന്നവരോട് 8 മണിക്ക് 8 മണി തുടങ്ങി ഈ തീയിൽ ഇങ്ങനെ കടന്ന് ഇളക്കിയാണ് നിൽക്കുന്നത്. സമയം കിടക്കും. വൈകുന്നേരം 5-5:30 ആവും നമ്മൾ കൊടുക്കുമ്പോൾ കൊടുക്കുള്ളൂ. അരി ഇട്ടു. ഇവനിങ്ങനെ തിളക്കണം. നമ്മൾ അരിപ്പോൾ വെന്തു 4-4.5 മണിക്കൂറായി. ഇപ്പം നീ അരപ്പ് ചേർക്കാൻ വേണ്ടി പോകുന്നതാണ് നമ്മൾ. കറക്റ്റ് പരുവത്തിൽ കിടക്കുക. 4 മണിക്കൂർ. 4 മണിക്കൂർ. 4-4.5 മണിക്കൂർ എടുക്കും. ഇതാണ്ടല്ലേ തിളച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ചുക്ക് കലക്കിയതാണ്. ചുക്കുപൊടിയാണ്. പൊടി നമ്മളിവിടെ വെച്ചിരുന്ന ചുക്കുപൊടി. ഇത് വെളുത്തുള്ളി അരച്ച് പേസ്റ്റ് ആക്കിയത്. പേസ്റ്റ് ചെയ്ത്. ഇത് തേങ്ങയും നല്ല ജീരകവും. തേങ്ങയും നല്ല ജീരകം പൊടിച്ച് ചേർത്തിരിക്കുന്നതാണ്. എല്ലാം അത് തന്നെ. 5 തൊട്ടിയാണിത്. ഒരു തൊട്ടി 10 തേങ്ങ വെച്ചാണ് അരച്ച് വെച്ചിരിക്കുന്നത്. ഒരു തൊട്ടി 10 തേങ്ങ. അപ്പം മൊത്തത്തിൽ ഔഷധക്കൂട്ടം തോന്നിയതൊക്കെയാണ്. ആണല്ലേ? ചുക്കുപൊടി. വെളുത്തുള്ളി. തേങ്ങ നല്ല ജീരകം. ഇളക്കണം. നല്ല മിക്സ് ആകണം. എന്നാലും ഇത് മൊത്തം നമ്മൾ ഒഴിച്ചത് മൊത്തം സെറ്റാകണം. ഇത് ഏകദേശം ഒരു 120 വർഷത്തോളം പഴക്കമുണ്ട് ഈ കഞ്ഞിക്ക്. 120 വർഷം പഴക്കമുണ്ട് നമ്മൾ ഈ കഞ്ഞിക്ക്. ആ കൂട്ടാണ് ഇപ്പോൾ മാമ കാണിച്ചു തന്ന അതേ രീതിയിൽ തന്നെ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജീരകത്തിൻ്റെയൊക്കെ സത്ത് ഇപ്പോൾ ഇല്ല. പണ്ടത്തെ ജീരകം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ജീരകമായിരുന്നു. ഇപ്പോൾ ജീരകത്തൊക്കെ സത്ത് തീരെ കുറവാണ്. അതിൻ്റെ ആ ഒരു ഇത് കുറവുണ്ടാവും. നമ്മൾ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നു. അരപ്പ് ചേർത്തപ്പോൾ കഞ്ഞിയുടെ രീതി അങ്ങ് മാറി. നീ തിളക്കണം. നീ 2-2.5 മണിക്കൂർ തിളക്കണം. 2.5 മണിക്കൂർ തിളക്കണം. 5 മണിയാകുമ്പോൾ ഏകദേശം അതിൻ്റെ പാകമാവുള്ളൂ, കഞ്ഞി ആകത്തുള്ളൂ. അതുപോലെ അതിനകത്ത് ഇന്ന പണിയുണ്ട് അതിനകത്ത്. 5:30 അസറിന് ശേഷം ആൾക്കാർ വരും വാങ്ങാൻ വേണ്ടി. ഇരിക്കാനുള്ളവർ വരും. ചായക്കാണ്. എത്ര പേർക്കാണ് ഈ ചായ? ഇത് 800 പേർക്ക്. ഈന്തപ്പഴമുണ്ട്, പത്തിരിയുണ്ട്, കറിയുണ്ട്. ഏകദേശം 9 മണിക്കൂർ കൊണ്ട് കഞ്ഞി ഭാഗമായിട്ടുണ്ട്. ഓക്കെ കിടക്കുവാണ്. ഇതാണ് കഞ്ഞി. ജീരകക്കഞ്ഞി. എല്ലാം അത് തന്നെ. ഔഷധക്കഞ്ഞി എല്ലാം അത് തന്നെ. ഇതാണ് കഞ്ഞി. ഇത് മകനാണ്. നാലാം തലമുറ. റമദാൻ 1 അടിച്ച തീയാണ്. ഷവ്വാൽ പറ കണ്ടതിന് ശേഷം ഇത് അണയ്ക്കുള്ളൂ. അതുവരെ തീക്കനൽ കാണും. അതിനിങ്ങനെ മാറ്റി തീ ഇട്ടേക്കും. തീക്കനൽ കാണും.
ഇത് പുതിയ അറിവാണല്ലോ. തീയിടത്തില്ല, ഈ തീ 30 ദിവസത്തേക്ക്. ഇതാണ് കഞ്ഞി. ഇതാണ് കഞ്ഞി. എന്താ ഉലുവ ഒന്നും കാണത്ത പോലും, അതുപോലെ വെന്തിറങ്ങി. അതെ അതെ അതെ. അത് എന്തൊക്കെ സംഭവം? വെളുത്തുള്ളി, ഉലുവ, ജീരകം, ആശാളി. കഞ്ഞിയെല്ലാം റെഡിയായി കിടക്കുവാണ്. കഞ്ഞി ഒഴിക്കാൻ തുടങ്ങുകയാണ്. അങ്ങോട്ട് ഒഴിക്കുകയാണ്. ആൾക്കാർ വന്ന് സപ്ലൈ ചെയ്യാൻ ആൾക്കാർ വന്നു. അങ്ങോട്ട് വിളിച്ചോണ്ട്